കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഹദീസുകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കണമെന്ന്. അതൊരു ഉയർച്ചയിലെത്തുന്ന ഒരു കാര്യമാണ്. ഖുർആൻ പഠിച്ചാൽ അതുകൊണ്ട് താഴ്ന്നു പോകില്ല എന്നുള്ളത്. അത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നാഫി ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അസ്വാൻ ദേശത്ത് വെച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. അസ്വാൻ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചിട്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മക്കയുടെ ഗവർണറായിട്ട് ചുമതല ഏൽപ്പിച്ചതാണ്. പക്ഷെ അസ്വാൻ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു യാദൃശ്ചികമായിട്ട് ഈ ഗവർണറെ കണ്ടുമുട്ടുകയാണ്. ആശ്ചര്യത്തോടെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ആരെയാണ് മക്കയിലെ താഴ്വരയിൽ പ്രതിനിധിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന്, ആരെയാണ് ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം, ഡ്യൂട്ടിയായി. അപ്പോൾ നാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇബ്നു അബ്സയെയാണ് അത് ഏൽപ്പിച്ചിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്സെ അതാരാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കൗതുകത്തോട് കൂടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് അത് ആരാണ് എന്ന്. അപ്പോൾ പറഞ്ഞു, മോചനപത്രം എഴുതപ്പെട്ടിട്ടുള്ള ഒരു അടിമയാണ്, ഒരു അടിമയുടെ മൗലയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഗൗരവത്തോടു കൂടി ചോദിക്കും, ഒരു അടിമയാണോ അവിടെ മക്കയുടെ ഗവർണറായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് അടുത്ത ചോദ്യം. അപ്പം നാഫി റളിയല്ലാഹു അൻഹു പറയാണ്, തീർച്ചയായിട്ടും അദ്ദേഹം അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ്, അനന്തരാവകാശ നിയമങ്ങളിൽ അഗാധമായിട്ടുള്ള പാണ്ഡിത്യമുള്ളവനാണ് എന്ന്. അനന്തരാവകാശത്തിൽ നല്ല പാണ്ഡിത്യമുണ്ട്, ഖുർആന് നന്നായിട്ട് പാരായണം ചെയ്യുന്ന, ഖുർആൻ അറിയുന്ന വ്യക്തിയാണ് എന്ന്. അത് കേട്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലേക്കാണ് ഉമർ റളിയല്ലാഹു അൻഹു തിരിയുന്നത്. അവിടെ പിന്നെ വാശിയില്ല, അവിടെ പിന്നെ വേറെ വർത്താനമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമ വയളഉ ബിഹി ആഖരീൻ. തീർച്ചയായിട്ടും അല്ലാഹു ഈ ഒരു ഗ്രന്ഥം കൊണ്ടൊരു വിഭാഗത്തെ ഉയർത്തുക തന്നെ ചെയ്യും, ഒരു വിഭാഗത്തെ താഴ്ത്തുക തന്നെ ചെയ്യുമെന്ന്. ഒരു വിഭാഗത്തെ ഉയർത്തും, കാരണം എന്താ? ഖുർആനാണ്. ഒരു വിഭാഗത്തെ താഴ്ത്തും, അതിൻ്റെയും കാരണം എന്താണ്?